പീതാംബരം കരവിരാജിതശങ്കരക്രകൗമോദഗീ സരസിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം ബാലാലയേശമനിശം ഹൃദി ഭാവയാമി. സനാതനധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധത്തിലത്തെ ഭാഗവതത്തിലെ രാമായണമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഭാഗവതത്തിലെ രാമായണം അങ്ങനെ ഒന്നുണ്ടോ? അതായത് ഈ രാമായണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, പല രീതിയിലും അത് പറഞ്ഞിട്ട് പല അവതരണ രീതിയിലുള്ള വ്യത്യാസങ്ങളാണ്. ഒരാളൊരു കാര്യം ഒരു രീതിയിൽ പറഞ്ഞു വിചാരിച്ചിട്ട് വേറൊരാളും അതേപോലെ ആവണമെന്നില്ല പറയാൻ. ഈ അവതരണ രീതിയിലത്തെ ആ ഒരു വ്യത്യാസങ്ങളെ കൊണ്ട് എവിടെ രാമായണം എങ്ങനെ പറഞ്ഞാലും അത് ആവർത്തനം ആവില്ല. കഥ ഒന്ന് തന്നെയാണ്, കഥ ഒന്നാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല. അപ്പം അതിന് ആവർത്തന വൈരസ് ഇല്ല എന്ന് പറയുകയാണ്. ചിലർക്കത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷേ നമുക്ക് മനസ്സിലാവും. ഈ വാദ്യങ്ങൾ കേൾക്കണവർ എത്ര കൊല്ലം പാണ്ടിമേളം തൃശ്ശൂർ പൂരത്തിന് കണ്ടു, വല്ല കുറവുണ്ടോ കാണുന്നതിന്? ഒരേ എണ്ണങ്ങൾ തന്നെയില്ലേ, കൊട്ട് ഒരു വ്യത്യാസവും ഇല്ല. അത് കഴിഞ്ഞാൽ അടുത്ത പൂരത്തിൻ്റെ മേളത്തിനും പോയി വെടിക്കെട്ടൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു താളവും കൂടി ഇല്ല, ഉണ്ടോ? അത് വന്നു കഴിഞ്ഞാൽ ഒന്ന്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവർത്തനമാവാം. രാമായണം ഇപ്പം എന്താ അറിയാനുള്ള അങ്ങനെയാവുമോ വരിക? ഇതിന് ഇതിൻ്റേതായ ഒരു താളമുണ്ട്. താളം ഇല്ലാത്തത് നമ്മൾ ആവർത്തിക്കണം, ഭക്ഷണം ആവർത്തിക്കണം, അതിനുള്ള താളം ഉണ്ടാകുമോ? കലിയുണ്ടോ? അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അതാണ് അവിടെ സീതയെ സ്വയംവരം ചെയ്തു, വില്ലെടുത്ത് വഞ്ചിച്ചു എന്നും പറഞ്ഞ് ബാലകാന്ഡം വരെയുള്ള ശ്ലോകങ്ങൾ അയോധ്യാകാന്ഡം ഒരൊറ്റ ശ്ലോകത്തിൽ കുറയ്ക്കണു. യസ് സത്യപാശ പരിവീത പിതുർനിദേശം തൈണസ്യചാഭിശിരസാജഗൃഹേ സഭാര്യ രാജ്യം തിയം പണൈന സുഹൃദോ നിവാസം തത്വായോ വനമസൂനിവ മുക്തസംഗ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സത്യപാശ പരിവീത പിതുർനിദേശം. സത്യപാശത്താൽ ബന്ധിക്കപ്പെട്ടതായ, സത്യപാശത്താൽ കെട്ടപ്പെട്ടതായ, ബന്ധിക്കപ്പെട്ടത് അച്ഛന് വേണ്ടിക്കൊണ്ട് ആ രാജ്യത്തെ ത്യജിച്ചു. സത്യപാശ പരിവീത പിതുർനിദേശം ത്രൈണസ്ത്യജാഭി ശിരസാജഗൃഹേ സഭാര്യ. ശിരസ്സുകൊണ്ട് തന്നെ, ശിരസാവഹിച്ചുകൊണ്ട് പോയി എന്ന് പറയുകയാണ്. രാജ്യം ശ്രിയം, രാജ്യത്തിനെയും സമ്പത്തിനെയും, അതേപോലെ തൻ്റെ ഇഷ്ടജനത്തെയും. രാജ്യവും സമ്പത്തും മാത്രമല്ല, തൻ്റെ ഇഷ്ടജനങ്ങൾ, കൗസല്യ മുതലായിട്ടുള്ള അമ്മമാർ, തൻ്റെ ഇഷ്ടപ്പെട്ടതായിട്ടുള്ള പ്രജകൾ, പ്രണയമുള്ളവർ, പ്രണയിനം, സുഹൃത്തുക്കളും ഉണ്ടാവുമല്ലോ, അവരെ മുഴുവനും, പിന്നെ ഇഷ്ടമുള്ള വാസസ്ഥാനമായിരിക്കുന്ന അയോധ്യയും നിവാസം ഒക്കെ മുക്തസംഗ, യാതൊരു സംഘവും ഇല്ലാതെ ഉപേക്ഷിച്ചു. പ്രാണങ്ങളെപ്പോലെ മരിക്കുന്ന സമയത്ത് നമ്മൾ എത്രമാത്രം ഈ ശരീരത്തെ സ്നേഹിച്ചിട്ടുണ്ടാവും അല്ലേ? ആ സ്നേഹിച്ച ശരീരത്തെയാണ് യാതൊരു മടിയും കൂടാണ്ട് ഉപേക്ഷിക്കണം, അല്ലാണ്ട് വഴിയില്ല. അപ്പോൾ വളരെയേറെ സ്നേഹിച്ചതെന്ന് പറഞ്ഞാൽ ലേശൊരു വിഷമം അവിടെ ഉണ്ട്. ദേഹത്തെ വിട്ടു പോകാൻ ആർക്കെങ്കിലും വിഷമില്ലാണ്ടിരിക്കും. എത്ര നല്ലൊരു ഉപമയെ ആലോചിച്ച് നോക്കും. അസുഖൻ പ്രാണങ്ങളെ പോലെ ഒരാൾക്കും ഉണ്ടാവില്ല അല്ലേ? എത്ര കിടന്നാലും ആ പോണ ആൾക്ക് പോകണമെന്നുണ്ടാവില്ല എന്നാണ് പറയണത്. അപ്പം അതേപോലെ ഒരു ശരീരത്തിനെ പ്രാണൻ ഉപേക്ഷിക്കുന്നത് പോലെ ശരിക്കും വരികയാണെന്ന് വെച്ചാൽ ദശരഥൻ സ്ത്രീക്ക് അടിമപ്പെട്ടിട്ടാണ് ഈ സത്യത്തെ പാലിക്കാൻ വരം ആയിട്ട് ഇത് കൊടുത്തത്. അതാണ് ഇവിടെ പറഞ്ഞത് സത്യപാശ പരിവീത പിതുർനിദേശ സ്ത്രൈണസ്യ ചാപി. സ്ത്രൈണനാണെങ്കിലും ആ പിതാവിന് സത്യം പാലിക്കാൻ വേണ്ടി സഹായിച്ചു ഭഗവാൻ. ത്രൈണസ്യ ചാപി ശിരസാ ജഗൃഹേ സഭാര്യ. ത്രൈണനാണെങ്കിലും നർത്ഥം, എങ്കിൽ കൂടി സത്യപാശപരിവീതനായി കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? സഭാര്യ, ഭാര്യയോട് കൂടിയിട്ട് കാട്ടിലേക്ക് പോയി. എന്തൊക്കെ ഉപേക്ഷിച്ചിട്ട്? രാജ്യം, ശ്രിയം, സമ്പത്ത്, പ്രണയിന, ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ആളുകൾ, സുഹൃത്തുക്കൾ, നിവാസം, വാസസ്ഥാനം, അയോധ്യ കൊട്ടാരം, ഇതൊക്കെയാണ് നിവാസം. തെക്വ, എല്ലാം ഉപേക്ഷിച്ചിട്ടോ വനം യയൗ, വനത്തിലേക്ക് പോയി.
ഏതുപോലെ? അസൂനിവ മുക്തസംഗ, എല്ലാ സംഘങ്ങളും ഉപേക്ഷിച്ചിട്ട് ഈ പ്രാണൻ ശരീരത്തെ ത്യജിക്കുന്നത് പോലെ. സ കോസലേന്ദ്രോ അവതാന, ആ കോസലേന്ദ്രൻ നമ്മളെ രക്ഷിക്കട്ടെ. അപ്പോൾ അയോധ്യാകാണ്ഡത്തിലത്തെ ഏറ്റവും പ്രധാന സംഗതി പട്ടാഭിഷേകം നിശ്ചയിച്ചത് കൈകേയിയാൽ മുടക്കപ്പെട്ട് എല്ലാം ഉപേക്ഷിച്ച് രാമൻ കാട്ടിലേക്ക് പോവുക എന്നത് തന്നെയാണ്. അവിടെ ഒരൊറ്റ ശ്ലോകത്തിൽ വളരെ കുറച്ച് അത്രേ ഭാഗവത്തിൽ വേണ്ടു. അങ്ങനെയുള്ളതായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ നമ്മളെ രക്ഷിക്കട്ടെ. എസ് സത്യപാശ പരിവീത പിതുർനിദേശം സ്ത്രൈണസ്യ, പിതാവിൻ്റെ വിശേഷണമാണ് സ്ത്രൈണസ്യ. ചാപി ശിരസാ ജഗരികെ, ശിരസ വഹിച്ചുകൊണ്ട് ഭാര്യയോട് കൂടിയിട്ട് രാജ്യം ശ്രിയം പ്രണയിന സുഹൃതോ നിവാസം അതൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചു. ത്യക്ത്വ യൗവനം അസൂനിപമുക്ത സംഘ, പ്രാണൻ ശരീരത്തെ എന്ന പോലെ അതെല്ലാം ഉപേക്ഷിച്ചു എന്ന് പറയാണ്. ഇനി അടുത്തത് കാട്ടിലത്തെ സംഗതികളാണ്. രക്ഷചതുർവികൃത രൂപമശുദ്ധ ബുദ്ധേ തസ്യാകരതിശിര ദൂഷണ മുഖ്യബന്ധുൻ ജഗ്നേ ചതുർത്ഥചതകർത്രമപാരണീയ കോദണ്ഡപാണി അടമാന ഉവാസകൃച്ഛ്രം. കാട്ടിലത്തെ ചില സംഭവങ്ങളെ പറയണു, എല്ലാതും പറയണമൊന്നുമില്ല, ചിലത്. ഇപ്പോൾ രക്ഷചതുർവികൃത രൂപമശുദ്ധ ബുദ്ധേ തസ്യാകരതിശിര ദൂഷണ മുഖ്യബന്ധുൻ, കരൻ, ത്രിശിരസ്, ദൂഷണൻ മുതലായിട്ടുള്ള ആ 14,000 രാക്ഷസന്മാരെ മുഴുവനും ചതുർദശസഹസ്രമപാരണീയ കോദണ്ഡപാണി അടമാന ഉവാസകൃച്ഛ്രം, അവരെ മുഴുവനും ജഗ്നെ നിഗ്രഹിച്ചുകൊണ്ട്, 14,000 രാക്ഷസന്മാരെ മുഴുവനും നിഗ്രഹിച്ചുകൊണ്ട് ഏതൊരു ഭഗവാനാണ് കാട്ടിൽ അടമാന സഞ്ചരിച്ചത്, ആ കോസലേന്ദ്രൻ നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. 14,000 രാക്ഷസന്മാരടങ്ങുന്ന കരൻ, ത്രിശിരസ്, ദൂഷണൻ മുതലായിട്ടുള്ളവരും അവരുടെ ബന്ധുക്കളെയും എല്ലാം 14,000 രാക്ഷസന്മാരെ ഏതൊരു കോദണ്ഡപാണിയാണ് വധിച്ചത്, ആ കോസലേന്ദ്ര അവതാന നമ്മളെ രക്ഷിക്കട്ടെ. ഇനി ഒന്നും കൂടി ഉണ്ട്. സീതാകഥാശ്രവണദീപിത കൃച്ഛയേന ഹൃഷ്ടംബിലോക്യനുപദേ ദശകന്ധരേണ ജജ്ഞാത്ബുധേന വപുഷാശ്രമതോപകൃഷ്ടോ മാരീചമാശി വിശിഖേന യഥാകമുഗ്ര. കാട്ടിൽ വെച്ചാണ് എന്തുണ്ടായത്? സീതാപഹരണം. സീതാ കഥാശ്രവണദീപിത കൃച്ഛയേന, അതിന് കാരണമായിട്ടുള്ള സംഗതിയാവട്ടെ ആ ശൂർപ്പണഖയാണ് എല്ലാറ്റിനും കാരണം അല്ലേ. ഒരു തരത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ ലക്ഷ്മണനോട് കമ്പം തോന്നി, രാമനോട് കമ്പം തോന്നി, ഒരാൾ മറ്റേയാളുടെ അടുത്തേക്ക് അയച്ചു, അയാൾ ഇങ്ങോട്ട് അയച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഓടിച്ചു. ഒരു രക്ഷയില്ലാതായപ്പോൾ ലക്ഷ്മണന് ചെവി മൂക്കും ഛേദിക്കേണ്ടതായിട്ട് വന്നു. ഗ്രന്ഥങ്ങളിലൊക്കെ അത്രേ പറയുള്ളൂ കേട്ടോ. ചെവി മൂക്കും ഛേദിക്കേണ്ടതായിട്ട് വന്നു. ഒലിക്കുന്ന ചോരയോട് കൂടിയിട്ട് രാവണനെ പരിഹസിച്ചു. ഇവിടെ കിടന്നുറങ്ങാനും മദ്യം കഴിക്കാനും മദിരാക്ഷിയോടുകൂടി കഴിയാനേ നിനക്ക് പറ്റുള്ളൂ അല്ലേ, എൻ്റെ സ്ഥിതി കണ്ടോ, ആര് ചെയ്തു, എന്ത് ചെയ്തു എന്ന് ചോദിച്ചതോട് കൂടിയിട്ടാണ് എന്തുണ്ടായത്? രാമനോട് പ്രതികാര ബുദ്ധി ഓർത്ത് രാവണൻ എല്ലാ കഥകൾക്കും തുടക്കമിടുന്നത്. അതാണ് സീതാകഥ ശ്രവണദീപിത കൃച്ഛേന. സീതയിൽ ആകർഷണം ഉണ്ടാവത്തക്ക വിധത്തിൽ ശൂർപ്പണഖ ഭംഗിയായിട്ട് വിവരിച്ചു. ഇത്രയും ത്രൈലോക്യ സുന്ദരിയായിട്ട് ഒരാളെ ഈ 14 ലോകത്തിലും തിരഞ്ഞാൽ കാണില്ല. അതുകൊണ്ട് രാവണ, നിനക്ക് പറ്റിയവളാണ് തീർച്ചയായിട്ടും സീത. ആണ് ഈ ആകർഷണം ഉണ്ടാവാൻ പലതും മതി. കാഴ്ച, ശ്രവണം, സ്പർശം, അങ്ങനെ പലതുകൊണ്ട് അത്രയും ഒരാൾക്കൊരാളിൽ ആകർഷണം ഉണ്ടാവുക. ഇവിടെ ശ്രവണമാണ് സത്യത്തിൽ ഉണ്ടായിട്ടുള്ളൂ. കണ്ടിട്ടില്ലല്ലോ സീതേ. ഗീത കഥാശ്രവണ ദീപിത ഋച്ഛയേന, കണ്ടില്ലേ എനിക്ക് വൈരൂപ്യം വരുത്തി ഈ രൂപത്തെ ആക്കിയതായിട്ടുള്ള രാമലക്ഷ്മണൻ. അതിൽ രാമൻ്റെ പത്നിയാണത്രേ പോൽ ഈ സീത. അവൾ ത്രൈലോക്യ സുന്ദരിയാണ്. അവിടെ തീർച്ചയായിട്ടും നണക്ക് ചേർന്നതാണ് എന്ന വാക്യമാണ് സർവ്വ അപകടങ്ങൾക്കും കാരണം. സൃഷ്ടം വിലോക്യ നിപതേ ദശകന്ധരേണ, ഉജ്ജ്വലിച്ച മന്മഥ വികാരത്തോടുകൂടി ആണ് ദീപിത ഋച്ഛയേന. ദീപിതം ദീപ്തമാവുക, പ്രകടമാവുക, അടക്കാൻ അടങ്ങാത്ത വിധത്തിൽ ഉദിക്കുക. അങ്ങനെ മന്മഥ വികാരം
സീതയിൽ ഉദിച്ചു രാവണന്. ദീപിത കൃച്ഛയേന തിട്ടം വിലോക്യ നൃപതേ ദശകന്ധരേണ. അങ്ങനെയുള്ള രാവണല സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന മാൻശരീരം കൃത്രിമാണത്. മാനിൻ്റെ ശരീരം മാൻ അവിടെ ഇല്ലല്ലോ. മാരീശനെ അയച്ചു. തിട്ടം വിലോക്യ നൃപതേ ദശകന്ധരേണ ജഗ്ന അത്ഭുതേണ വപുഷ ആശ്രമതോപകൃഷ്ടോ. തൻ്റെ ആശ്രമത്തിൽ വന്നതായിരിക്കുന്ന അപകർഷിക്കപ്പെട്ട വിന്യസിക്കപ്പെട്ട യാതൊരുവൻ ഭഗവാൻ മാരീചനെ ശിവൻ ദക്ഷനെ എന്ന പോലെ വധിച്ചു. ഉഗ്ര എന്ന് പറഞ്ഞാൽ ശിവനാണ്. കം എന്ന് പറഞ്ഞാൽ ദക്ഷനും. കം ഒറ്റ വാക്ക് മതി. ഇടയ്ക്ക് സംസ്കൃതത്തിൽ അങ്ങനെ ഗുണമുണ്ട്. ഒരു അക്ഷരം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാൻ പറ്റും. യഥാ കം ഉഗ്ര. കം ദക്ഷനെ, ഉഗ്ര ശിവൻ, കമുഗ്ര ദക്ഷയാകും കഥ 3 അക്ഷരത്തിലേക്ക്. ആലോചിച്ചു, 3 അക്ഷരത്തിലാണ്, വാക്കും കൂടിയല്ല. ദക്ഷ കമുഗ്ര. കം എന്ന് പറഞ്ഞാൽ ദക്ഷൻ, ഉഗ്ര എന്ന് പറഞ്ഞാൽ ശിവൻ. എങ്ങനെയാണ് ആ ദക്ഷനെ ശിവൻ ഹനിച്ച് തലയർത്തു ഇല്ലേ, അതേപോലെ മാരീചൻ്റെ കഥ ഭഗവാൻ കഴിച്ചു. അന്ന് പന്ത് തട്ടിയ പോലെ യാഗം നടത്തുന്ന സമയത്ത് കടലിലേക്ക് എറിഞ്ഞതാണ്. ഒക്കെ പറയുന്നുണ്ട് മാരീചൻ, രാവണ നിനക്ക് പറഞ്ഞാൽ മതി. മൂത്ത ആളാണ് മാരീചൻ, അപ്പോൾ നിനക്കെന്നൊക്കെ പറയാമല്ലോ, നിനക്ക് പറഞ്ഞാൽ മതി. അന്ന് ആ കാലുകൊണ്ട് കിട്ടിയ തട്ട് ഞാൻ മറക്കില്ല. അധ്യാത്മരാമായണ നമുക്ക് രാജരത്നരമണീരഥാധികം. രാജൻ, രമണി, രത്നം, രഥം എന്നീ വാക്കുകൾ കേട്ടാൽ എനിക്ക് പേടിയാണ്. ര എന്നൊക്കെ അതിലുണ്ട്. രാമൻ എന്നുള്ള പോപ്പ രാ എന്ന് കേട്ടാൽ മതി, രാമൻ എന്നൊന്നും കേൾക്കണ്ടെന്ന് പറയാം മാരീചൻ. രാജരത്നരമണീരഥാധികം. രാജൻ, രത്നം, രമണി, രഥം എന്നീ രാ വെച്ചിട്ടുള്ള വാക്ക് കേട്ടാൽ ഞാൻ കിടുകിട പറിക്കും. അങ്ങനത്തെ രാമൻ്റെ അടുത്തേക്കാണോ വഞ്ചന ചെയ്യാനായിട്ട് മാൻവേഷം കെട്ടിപ്പോവാൻ നീ എന്നോട് പറയണത്? കൂടുതൽ തത്വോപദേശവും തർക്കവും വേണ്ട. പറഞ്ഞ പണി ചെയ്യണോ, എൻ്റെ ചന്ദ്രഹാസത്തിന് ഇരയാവണോ, ഒറ്റ ഉത്തരം കിട്ടിയാൽ മതി എന്നായി രാവണൻ. നന്നല്ല, ദുഷ്ടായുധമേറ്റ് മരണം. ഈ ദുഷ്ടൻ്റെ ആയുധത്തെ കൊണ്ട് എങ്ങനെയും മരണം ഉറപ്പായി. മാനായിട്ട് പോയാൽ രാമൻ കൊല്ലും, മാനായിട്ട് പോവാഞ്ഞാലോ ഈ ദുഷ്ടൻ കൊല്ലും. ഭേദം രാമൻ്റെ ആയുധം ഏറ്റിട്ട് മരിച്ചാൽ മോക്ഷമെങ്കിലും കിട്ടും, പൊക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് മാരീചൻ. നല്ലപോലെ അറിയാം രാമൻ്റെ വിക്രമ. പന്ത് തട്ടണ പോലെയുള്ള തട്ടലുണ്ടല്ലോ, ടിക്കറ്റ് എടുക്കാതെ കിലോമീറ്റർ കണക്കിന് സഞ്ചരിച്ച യാത്ര ഒരിക്കലും മാരീചൻ മറന്നിട്ടില്ല, മറക്കൂല. പക്ഷേ ദുഷ്ടായുധമേറ്റ് മരണം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി വന്നു. മാരീചമാശി വിശിഖേന യഥാ. ഏതുപോലെ കം ഉഗ്രനായിട്ടുള്ള ശിവൻ, കം ദക്ഷനെ എന്ന പോലെ മാരീചൻ്റെ കഥ കഴിച്ചു. മാരീചവധാണ് പ്രധാനമായിട്ട് ആ ശ്ലോകത്തിൽ ചെയ്തത്. പ്രാധാന്യം സീതയെ അപഹരിക്കാനും രാവണവധത്തിനും വിത്തിട്ടത് ഈ മാരീചമായിട്ടുള്ള സംഭവമാണ്. രക്ഷോദമേന മൃഗവൽബിപിനെ സമക്ഷം വൈദേഹരാജപയാപിതായാം ഭ്രാത്രാവനേ കൃപണഫൽ പ്രിയയാഭിയുക്ത സ്ത്രീ സംഗീനാം ഗതിമിതി പതയഞ്ചാര. തുടർന്നുണ്ടായ സംഭവങ്ങൾ സീതാപഹരണമാണ്. രക്ഷോ അധമേന, അധമനായിരിക്കുന്ന രാക്ഷസനായ രാവണനാൽ ഏത് പ്രകാരത്തിൽ മൃഗവത് ചെന്നായ കാട്ടിൽ എന്ന പോലെ, ചെന്നായ കാട്ടിൽ അപഹരിച്ച പോലെ വിദേഹരാജപുത്രിയെ വിപിനെ സമക്ഷം വൈദേഹരാജഗതർ അപയാപിതായാം. ഒരു ചെന്നായ മാനിനെ എന്ന പോലെ, മാനിനെ എന്നവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ എടുക്കാം നമുക്ക്, ചെന്നായ മാനിനെ പിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ സാധുവും ശാന്തശീലയും സത്യ സ്വഭാവവും ഉള്ള സീതയെ ദുഷ്ടനായിരിക്കുന്ന രാവണൻ എങ്ങനെയാണ് അസമക്ഷം, ഭഗവാന്റെ മുൻപാകെ അല്ലാതെ, മുൻപാകെ തൊടാൻ പറ്റുമോ രാവണന്? അസമക്ഷം. അപ്പം അതിന് വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ ഇല്ലാതിരിക്കൽ അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് എന്തുണ്ടായി? മായാമാരീചനായി. ഭട്ടേരിപ്പാടിൻ്റെ രാമായണം ഉണ്ടല്ലോ, ഒന്ന് വായിക്കേണ്ടത് തന്നെയാണ്. 20 ഭംഗിയായിട്ടുള്ള ശ്ലോകങ്ങളിൽ മാരീച മായാസാരംഗം 2-3 പ്രാവശ്യം നിങ്ങൾ ആ 2 ദശകം വായിച്ചാൽ അതിലത്തെ ചില പദങ്ങൾ തന്നെ കാണാപ്പാടാവുന്ന ചിലർ പറയണം. രാമായണം കാണാപ്പാടാക്കാൻ ഏറ്റവും നല്ലത് നാരായണീയാണ്. വേഗം അതിൻ്റെ പദങ്ങൾ നമ്മുടെ മനസ്സിൽ കയറും. അവിടെ
അച്ഛൻ ഇങ്ങനെ കാണാപ്പാടം ചെയ്തിരുന്നു 2 ദശകം രാമായണം. കുറേ കേട്ടിട്ട് എനിക്ക് എന്നെ ഇങ്ങനെ പറയും മാരീചമായ സാരംഗം വ്യാധിനം വ്യാധിതാവാൻ സൗമിത്രേ നീത സൗമിത്രമൈത്രീം. ചിലത്തിലെ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അത്പ്രച്യുദ്യോദ്യാനമക്ഷക്ഷപണ ചണരണ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കാണാപ്പാടാവാൻ പറ്റിയ ഒന്നാണ് ഈ 2 ദശകം എന്നാണ്. വേഗം രാമായണം സ്മരിക്കാൻ ഇപ്പം ഇവിടെ പറയുകയാണ് മാരീചമായ സാരംഗം, മാരീചൻ്റെ മായാമാനിനെ കണ്ട് ദൂരത്താക്കപ്പെട്ട രാമനാലും ലക്ഷ്മണനാലും അവരൊഴിഞ്ഞു കിട്ടി. ഇനി മായാ ഭിക്ഷുവേഷം ധരിച്ച്, ശരിക്കുള്ള വേഷമല്ലല്ലോ, വൈദേഹരാജപയാപിതായാം ചെന്നായ മാനിനെ എന്ന പോലെ ഭ്രാത്രാപനെ കൃപണപത് പ്രിയയാഭിയുക്ത, പ്രിയയായിട്ടുള്ള പത്നി എത്ര പ്രിയനാണ്. നേരത്തെ പറഞ്ഞല്ലോ, ആ കാല് തടവണ രംഗം ഇഷ്ടം കൂടിയിട്ടിങ്ങനെ അമർത്തിയിട്ടാണ് സീത കാല് തടവിയതെന്ന്. അത്ര പിരിയാത്ത പോലെ ചന്ദ്രനെ നിലാവെന്ന് ഒരുപാട് ഉദാഹരണം പറയും. ചില സമയത്തൊക്കെ രാവണൻ ഇങ്ങനെ സീതയെ പ്രേരിപ്പിക്കുന്നുണ്ട്, നീ എന്നെ സ്വീകരിക്കുക, ഞാൻ ത്രൈലോക്യനാഥനല്ലേ. ഇന്ദ്രൻ ശജിയെ എന്ന പോലെ, സുവർച്ചല സൂര്യനെ എന്ന പോലെ, വസിഷ്ഠനെ അരുന്ധതി എന്ന പോലെ, സത്യവാൻ സാവിത്രി എന്ന പോലെ ഞാൻ രാമനോട് ചേർന്നതാണ്. ദുഷ്ട, എൻ്റെ കൂടെ ഈ ജന്മം പ്രാണൻ പോയാലും ഞാൻ വരില്ല. ഒക്കെ എത്രയാ സുന്ദരകാന്ഡത്തിൽ വാൽമീകി രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് പ്രിയയാ, തൻ്റെ പ്രിയ പ്രാണൻ. ഒരു വാക്ക് മാത്രമല്ല, അത് വേർപെടാത്ത നമ്മുടെ പ്രാണനെ നമുക്ക് വിടാൻ പറ്റുമോ? അതുപോലെ പ്രിയയാ വിയുക്ത വേർപിരിഞ്ഞു. സത്യത്തിൽ ഭഗവാന് വല്ല ദുഃഖം ഉണ്ടാവണോ? അതിൽ ആരാ ഭഗവാൻ? പക്ഷേ ശ്രീസംഗിനാം ഗതിവിധി പതയഞ്ചാര, ദുഃഖിതനായി വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു, വൃക്ഷസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, പക്ഷിസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു. എഴുത്തച്ഛൻ ഇല്ലേ, നമ്മളിങ്ങനെ കരയിക്കും. ചില ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കരയാതെ കരഞ്ഞു പോകും, ഹൃദയമുള്ളവരട്ടോ. അപ്പം അതെന്താ? ശ്രീസംഗിനാം, എന്തിനു വേണ്ടിയിട്ടാണ് കരഞ്ഞത്? ഇവിടെ പറയണം, ശ്രീസംഗിനാം, സ്ത്രീകളോടുള്ള സംഘമുണ്ടായാൽ ഇതാണ് ഫലം എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. തനിക്കുണ്ടോ ദുഃഖമൊക്കെ? അതാണ് പട്ടേരിപ്പാടും കൂടി കരഞ്ഞു പോയിത്രേ. ശിവശിവ ശിവതാം ഗർഭിണീമഭ്യഘാസി എന്ന് പറഞ്ഞപ്പോഴേ ഗുരുവായൂരപ്പ എല്ലാം അഗ്നിശുദ്ധയായിട്ട് സീതയെ സ്വീകരിച്ചിട്ട് വെറും ഒരാളുടെ വാക്ക് കേട്ടിട്ട് ഗർഭിണിയായിട്ടുള്ള സീതയെ അങ്ങ് ഉപേക്ഷിച്ചില്ലേ? ശിവശിവ ശിവ കിലതാം, ശിവശിവ. ആ ശിവശിവ അവിടെ വാക്ക് ഉപയോഗിച്ചത് അപ്റ്റേരിപ്പാട്ടിനും കൂടി സങ്കടം തോന്നി എന്നാണ്. അങ്ങനെ പാടി വേണ്ടിയിരുന്നോ ഗുരുവായൂരപ്പ? അങ്ങേക്ക് ഒഴിവാക്കായിരുന്നില്ലേ അത്? അങ്ങേക്ക് അറിയില്ലേ സീത ശുദ്ധയാണെന്ന്? അപ്പോൾ ശീലകത്തുനിന്ന് അശരീരി ഉണ്ടായി എന്നാണ്. സാരല്ല ഭട്ടേരി, ഇതൊക്കെ സിമ്പിളാണ്. ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ ലക്ഷ്മിയായിട്ട്. ഇതൊക്കെ ഒരു നാടകമല്ലേ? എന്താ പത്ര കരയാനുള്ളത്? എൻ്റെ കൂടെ ദാ ലക്ഷ്മിയായിട്ടുണ്ടല്ലോ. ഉപേക്ഷിച്ചിട്ടുണ്ടോ ഭഗവാൻ? ഇതൊക്കെ ഒരു നാടകം. ഭഗവാൻ ലക്ഷ്മിയെ ഉപേക്ഷിച്ചു, ലക്ഷ്മിയല്ലേ സീത. അതുകൊണ്ട് സാരല്ല ഭട്ടേരിന്ന് ശ്രീകോവിലിൽ നിന്ന് വന്നു അശരീരി. അങ്ങനെ പല അശരീരി ഉണ്ടായിട്ടുണ്ട് അത്രേ നാരായണീയ എഴുതുമ്പോൾ. ചിലത് തിരുത്താൻ നോക്കുമ്പോൾ തിരുത്തണ്ട, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു എന്ന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഓരോ വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ ഒന്ന് വെട്ടിയിട്ട് വേറെ എഴുതിയാലോ എന്ന് തോന്നും പട്ടേരിക്കുകയെന്ന്. അത് വേണ്ട, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, എഴുതിപ്പോയില്ല, ഇനി മാറ്റണ്ട എന്ന അശരീരി. ഇപ്പം അങ്ങനെ ഒന്നാണ് ശിവശിവകിലതാം. അപ്പം തൻ്റെ പ്രാണപ്രിയയായിട്ടുള്ള സീതയെ 11 മാസം പിരിഞ്ഞിരിക്കേണ്ടി വന്നു. സ്ത്രീസംഗിനാം ഗതിവിധി പ്രതയഞ്ചാര, സ്ത്രീകളിലുള്ള ആസക്തി കൂടിക്കഴിഞ്ഞാൽ ഇതാണ് ഫലം. ചില ആൾക്കാർ അതിനെ രാവണൻ്റെ സ്ത്രീസംഘമായിട്ട് വ്യാഖ്യാനിക്കിട്ടോ. അത് ശരിയല്ല എന്നാണ് പറയണത്. രാവണൻ്റെ സ്ത്രീസംഘം കൊണ്ട് സർവകുലനാശം ഉണ്ടായില്ലേ? അതിനു വേണ്ടി സീതയിലുള്ള ഒരൊറ്റ ആകർഷണമല്ലേ ആ ലങ്ക മുഴുവൻ നശിപ്പിച്ചത്. അങ്ങനെയാവാം, പക്ഷെ അതവിടെ ചേരില്ല കേട്ടോ. അർത്ഥം പറയുമ്പോൾ രാമൻ്റെ ദുഃഖം തന്നെയാണ് കാണിക്കുന്നത്. ശരിക്കും അർത്ഥം അത്രേ വരൂ. വേണച്ചാൽ അങ്ങനെയും എടുക്കാം, അത്രയേ ഉള്ളൂ. സ്ത്രീസംഗീനാം ഗതിപതി പതയഞ്ചാര, അവിടെ സ്ത്രീസംഘം കൊണ്ട് ദുഃഖിച്ച ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാമനെ പറ്റി തന്നെയാണ് അർത്ഥം കൂടുതൽ ശരിക്കും ചേരുന്നത്. ശരിയായിട്ടുള്ള അർത്ഥം അത് തന്നെയാണ്. രാവണൻ്റെയും നമുക്ക് പഠിക്കാം, അത്രയേ ഉള്ളൂ. ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയല്ല വരിക. രാമൻ്റെ പഠിപ്പിക്കലാണ് ലോകത്തെ. രാമന് ദുഃഖം ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ഒരാളോട് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ വളരെയേറെ സംഘം വന്നാൽ ഉണ്ടാവുക എന്ന് നമുക്ക് കാണിച്ചു തരൽ എന്ന് തന്നെയാണ് വാക്കിൻ്റെ പ്രകൃതാർത്ഥം വരിക.
രാവണൻ്റെ കാര്യവും നമുക്ക് പഠിക്കാം, അത്രയേ ഉള്ളൂ. ദത്വാത്മകൃത്യ കഥകൃത്യമകൻ കബന്ധം സഖ്യം വിധായക ബിബൃദൈതാഗതിത്തൈ ബുദ്ധാദ ബാലിനികതേ പ്ലവകേന്ദ്ര സൈന്യർ വേലാമകാർസമനുജോജ ഭവാർച്ചിതാംഗ്രീ. ഇവിടെ കിഷ്കിന്താകാന്ഡാണ് വളരെ ചുരുക്കത്തിൽ വർണ്ണിച്ചത്. ദഗ്ധാത്മകൃത്യ കഥകൃത്യ മകൻ കബന്ധം, ആ കബന്ധനെ ദഹിപ്പിച്ചു. അതും അരണ്യകാണ്ഡത്തിൻ്റെ ഭാഗം തന്നെയാണ്. സഖ്യം വിധായ, സുഗ്രീവനോടുമായിട്ട് സഖ്യം ചെയ്തു. എന്നിട്ട് വേണം ചിറകെട്ടി ലങ്കയിലേക്ക് കിടക്കാനും. ആദ്യം സീത അവിടെ ഉണ്ടെന്ന് കൺഫേം ചെയ്യണം. എത്ര സിസ്റ്റമാറ്റിക്കായിട്ടാണ് സീത അവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ചിറകെട്ടി വെറുതെ കിടന്നിട്ട് അവിടെ ഇല്ലെങ്കിലോ. അതുകൊണ്ട് അതൊക്കെ ചെയ്തു. ബുദ്ധാദ ബാലിനി ഹതേ പ്ലവകേന്ദ്ര സൈന്യർ, ബാലിയെ വധിച്ചു. എന്നിട്ട് വാനര സൈന്യത്തെ കൊണ്ട് വേലാമകാർ സമുദ്രം ചാടിക്കടന്നു. മനുജോജ ഭവാർച്ചിതാംഗ്രി, ആരാണ് ഈ ഭഗവാൻ? അജൻ ബ്രഹ്മാവ്, ബ്രഹ്മാക്ക് മാറിയ അജൻ ബ്രഹ്മാവായി. അതുപോലെ തന്നെ ഭവൻ, ശിവൻ. ഭവൻ എന്നുള്ള വാക്കിനുണ്ട് ഒരുപാട് അർത്ഥം. സംസാര ദുഃഖം എന്നൊരർത്ഥമുണ്ട്. ഭവസാഗരം എന്ന് പറഞ്ഞാൽ ഇവിടെ ശിവനാണ്. ശിവനാലും ബ്രഹ്മാവിനാലും പൂജിക്കപ്പെട്ടതായ പാദമുള്ളതായിരിക്കുന്ന ഭഗവാൻ ഈ സീതയെ അന്വേഷിച്ച് ദുഃഖിക്കേണ്ടി വരുമോ? ദുഃഖിക്കേണ്ടിയിരുന്നോ? ശരിക്ക് വാനരന്മാരുടെ സഹായം വേണോ സീതയെ വീണ്ടെടുക്കാൻ? ഒരു സങ്കല്പം കൊണ്ട് ലങ്കയെ ഭസ്മാക്കി രാവണനെ ഭസ്മാക്കാൻ കഴിയില്ലേ ഭഗവാന്? സീത അപഹരിക്കപ്പെടുമ്പോൾ തന്നെ രാവണൻ്റെ തല പൊട്ടിത്തെറിച്ചുകൂടെ? ഇതൊക്കെ ഭഗവാന് കഴിക്കും, നമുക്കല്ലേ പറ്റായുള്ളൂ. പക്ഷെ അതല്ലല്ലോ മനുഷ്യാവതാരത്തിൽ. അതൊക്കെ അതേപോലെ സംഭവിച്ചാലേ അതിന് തന്മയത്തുള്ളൂ. അതിനുവേണ്ടിയാണ് രാവണൻ കൊണ്ടുപോയതും ഭഗവാൻ കരഞ്ഞതും. എന്തിനാ ഭഗവാനൊക്കെ കരയണം ആലോചിച്ചു. പക്ഷെ അവിടെ അഭിനയം ശരിയാവണം, അഭിനയമാവണ്ടേ, എന്നാലല്ലേ ശരിയാവുള്ളൂ. അങ്ങനെ ബ്രഹ്മാവിനാലും, അതിനാണ് അത് ആ വാക്കവിടെ പ്രശ്നം. ബ്രഹ്മാവിനാലും ശിവനാലും അവരൊക്കെ ഒരു പാദത്തെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ ആ പാദത്തിനും ഭഗവാനും എത്ര മഹാത്മ്യം ഉണ്ടാവണം. എപ്പെട്ട നല്ല ആളാണ് ഭഗവാൻ. ആ ഭഗവാനാണ് സീതയെ കാണാതെ കരഞ്ഞതും വാനരന്മാരെ ആശ്രയിച്ചതും ചിറകെട്ടിക്കടന്നതും സമുദ്രതീരത്തേക്ക് അപ്പുറത്തേക്ക് എത്തിയതും. അതൊക്കെ വരാൻ പോണേ ഉള്ളൂ കേട്ടോ. സമുദ്രതീരത്ത് എത്തി എന്നേ ഇവിടെ പറഞ്ഞുള്ളൂ. ഏതായാലും ആശ്രയിക്കേണ്ടവരെ ആശ്രയിച്ചാലും കാര്യം നേടണം, അവിടെ അഭിമാനം നോക്കണ്ട എന്നൊക്കെയുള്ള തത്വം നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പം അത് കബന്ധന് ഗതിയും കൊടുത്തു എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് കിഷ്കിന്ധാകാന്ഡം തുടങ്ങലും കഴിയലും ഒക്കെ അതിൽ കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് സുന്ദരകാന്ഡം പറയണേ ഇല്ല കേട്ടോ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാണ്ഡം സുന്ദരകാന്ഡാണെന്ന് പറഞ്ഞു. ഈ യുദ്ധകാന്ഡം കൂടി കൂടിയിട്ട് കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഏതായാലും സമുദ്രതീരത്തെത്തി എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് അങ്ങോട്ട് കടത്തി വെച്ചു. തുടർന്ന് യുദ്ധകാന്ഡമാണ്. ഏതാനും ശ്ലോകങ്ങളെ കൊണ്ട് അവസാനിപ്പിക്കും. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണന്തമുത്തരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം വേദസ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ ശ്രീതായ പദയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.